എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഒരു അൺബോക്സിങ് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതെനിക്ക് എൻ്റെ ഖത്തറിലുള്ള ബ്രദർ നാട്ടിലേക്ക് വരുന്ന സമയത്ത് കൊണ്ടു തന്നതാണ്. ഇതെനിക്ക് കിട്ടിയിട്ട് ഒരു 7 മാസത്തോളമായി. അന്നേ വിചാരിച്ചു ഇതൊന്ന് ഓപ്പൺ ചെയ്യാൻ. ഇതുവരെ ഒരു സമയം ശരിക്കും കിട്ടിയിട്ടില്ല. ഏതായാലും ഇന്ന് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ബോക്സ് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ ഇത് ഓപ്പൺ ആക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പാത്രങ്ങളായിരുന്നു. ഇത് ഞാനിനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ടാകുമ്പോൾ ശരിക്കും വൃത്തിക്ക് കാണിച്ചു തരാം ഓരോരോ പാത്രവും. ഇതിൽ 5 പാത്രം ഉണ്ടായി. ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിൻ്റെ കളറാണ്. ആ വൈറ്റ് കളറ് നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. പിന്നെയെന്ന് വെച്ചാൽ ഒരുപാട് വലിപ്പമില്ലതും ഇല്ല. കറക്റ്റ് നമുക്ക് ഡെയിലി കുക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര വലിപ്പമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പാല് കാച്ചാം, ഒരു ചെറിയ കേക്കെല്ലാം ഉണ്ടാക്കാം. നല്ല വെയിറ്റും ഉണ്ട് ഇത്. പിന്നെ ഫ്രൈ പാൻ ഉണ്ട്, ചിക്കനും മീനെല്ലാം ഫ്രൈ ചെയ്യാം. പിന്നെ ബിരിയാണി വെക്കാവുന്ന വലുതുണ്ട്, നെയ്ച്ചോറ് വെക്കാനും ദമ്മിടാനൊക്കെ പറ്റുന്നത് തന്നെ. 5 പാത്രവും 5 സൈസിലുള്ളത്. ഏതായാലും ഈ പാത്രം ഒന്നെടുത്ത് ഇതിൽ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് കുറേ ദിവസമായി വാങ്ങി വെച്ചിട്ട്. ഈ പായസം മിക്സ്, സേമിയ പായസം മിക്സ്, അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ട് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് അളവെല്ലാം കറക്റ്റ് നോക്കിയിട്ട് ഉണ്ടാക്കി. 1 ലിറ്റർ പാല് ചൂടാകുമ്പം അതിലിട്ട് കൊടുത്തിട്ട് 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിൽ തന്നെ എല്ലാം ഉണ്ട്. പഞ്ചസാരയും അണ്ടിപ്പരിപ്പും മുന്തിരി എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. ഏലക്കായി
അതല്ല പിന്നെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം എക്സ്ട്രാ എടുത്തിട്ട് നെയ്യിൽ വറുത്തിട്ട് ഒഴിച്ചു കൊടുത്തിന്. അപ്പോൾ അതാ പാൽ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സേമിയ മിക്സ് ഇതിലിട്ട് കൊടുത്തിട്ട് 15 മിനിറ്റ് കുക്ക് ചെയ്തെടുത്തു. ഇതിപ്പോൾ നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം വറുത്തിട്ട് ഇനി ഇത് ചൂടാറുമ്പോൾ കുറച്ചുകൂടി തിക്കാവും. ഇവിടെ ചൂടാറാനൊന്നും സമയമില്ല, ഓരോരാളെ വരാൻ തുടങ്ങി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇനി നല്ല നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.